വിവാഹിതയായ സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. നിരന്തര ബലാത്സംഗമുണ്ടെന്ന വാദം നിലനിൽക്കില്ല എന്നും സുപ്രീം കോടതി വിലയിരുത്തി. ഛത്തീസ്ഗഡ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കിയാണ് സുപ്രീം കോടതിയുടെ വിധി. തൗഫീഖ് അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി. തൗഫീഖ്, സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന വളരെ സുപ്രധാനമായ പരാമർശമാണ്, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നിലവിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചയാകുന്ന പല കേസുകളിലും ഒരുപക്ഷെ വളരെ വഴിത്തിരിവാകാവുന്ന ചില പരാമർശങ്ങൾ കൂടിയാണ് സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. ഏത് കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പരാമർശങ്ങൾ? എന്താണ് കോടതി പറയുന്നത്? ജിൽസി, ഛത്തീസ്ഗഡിൽ ഒരു അഭിഭാഷകനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഇത്തരമൊരു ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും സുപ്രീം കോടതി പറയുന്നത്, വിവാഹിതയായ സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന് വിശ്വസിക്കാൻ കോടതിക്ക് പ്രയാസമുണ്ടെന്നാണ് BV നാഗരത്ന അധ്യക്ഷനായ ബെഞ്ച് ഇന്നലെ ഈ കേസ് പരിഗണിച്ചപ്പോൾ പറയുകയും ഈ അഭിഭാഷകനെതിരെയുള്ള കേസ് റദ്ദാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരാള് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. എന്താ കാര്യം? അഡ്വക്കേറ്റ് ദീപ ജോസഫ്, സുപ്രീം കോടതി അഭിഭാഷകയായിട്ടുള്ള അഡ്വക്കേറ്റ് ദീപ ജോസഫ് തന്നെ അധിക്ഷേപിക്കുന്നു, നിരന്തരമായി അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് ഈ അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞാളുടെ വാദം എന്താ? രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. ഇതാണല്ലോ. ഇപ്പൊ കോടതി എന്താ പറയുന്നത്? ഇത്തരം കേസുകൾ ഇനി കേസ് ചാർജ് ചെയ്യരുത്, റദ്ദ് ചെയ്യണം അത്തരം കേസുകൾ ഉണ്ടെങ്കിൽ എന്നാണ് കോടതി പറയുന്നത്. കോടതി ഇത് ഇപ്പോൾ പറയുന്നത്, ഇത്തരം കേസുകളുമായിട്ട് ഇനി കോടതിക്ക് മുന്നിൽ വരരുത്. മുൻപും ഇതേ കേസുകളിൽ കോടതിയുടെ അല്ലെങ്കിൽ നിയമത്തിൻ്റെ വശം എന്താണ് എന്നുള്ളത് കൃത്യമായി കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം കേസുകളുമായിട്ട് ഇനി കോടതിയിൽ വരരുത്. വിവാഹിതയായ സ്ത്രീ മറ്റൊരാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് കേസ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കേസില്ല, അങ്ങനെ ഒരു നിയമമില്ല. സോ ഓഫ് കോഴ്സ് നിയമം വേണ്ട, അങ്ങനെ ഒരു കോമൺ സെൻസ് ഇല്ലെന്നേ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന പരാതികൾ അത്രയും റദ്ദ് ചെയ്യേണ്ടി വരും. അന്വേഷണം ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരും, കേസ് തന്നെ റദ്ദ് ചെയ്യേണ്ടി വരും. അവിടെ നമ്മുടെ ചോദ്യം, അങ്ങനെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു നിയമസാധുതയും ഇല്ലാത്ത പരാതിക്ക് പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ മറ്റൊരു കാര്യം കൂടി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ്? ഇപ്പോൾ ഈ കേസുകൾ വന്നിരിക്കുന്ന പരാതികളൊക്കെ അടപടലം മൂഞ്ചുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിൽ കേസുകളൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും, അല്ലേ? അങ്ങനെ മാറുമ്പോൾ എന്താ പ്രശ്നം? അങ്ങനെ മാറുമ്പോൾ അടുത്ത പരാതി വരും. മനസ്സിലായില്ലേ? ഇത്രയും ദിവസം വിവാഹിതരായവർ എന്നെ രാഹുൽ, ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ച ചോദ്യമാണ്. എന്താണ് ഹൈക്കോടതി ചോദിച്ചു? നിങ്ങൾ വിവാഹിതയാണല്ലോ, വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടില്ലല്ലോ, അങ്ങനത്തെ ഒരാളോട് എങ്ങനെ നിങ്ങളെ വിവാഹം ഞാൻ ചെയ്യാമെന്ന് ഒരാൾക്ക് വാഗ്ദാനം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം എന്താ? അവർ മറ്റൊരാളുടെ ഭാര്യയാണ്, അല്ലേ? അപ്പോൾ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചതാ. എപ്പോ? ഹൈക്കോടതി ഇതേ ചോദ്യം ആദ്യ പരാതിക്കാരിയോട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അവസരത്തിൽ ആദ്യ പരാതിക്കാരിയോട് കഴിഞ്ഞ ദിവസം ചോദിച്ച കാര്യങ്ങളാണിതൊക്കെ. എന്ന് പറഞ്ഞാൽ ജനുവരി 28-ന്, അതേ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന മൂന്നാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുന്നത്. ആ ജാമ്യം ലഭിച്ച അന്ന് തന്നെയാണ് ഹൈക്കോടതിയിൽ വെച്ചുകൊണ്ട് ഈ ഒന്നാം പരാതിയിൽ ഇതേ ചോദ്യങ്ങൾ കോടതി ചോദിക്കുന്നത്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ഇന്നലെ, അതായത് കഴിഞ്ഞ ദിവസം ഇന്നലെ, ഇത് സമാനമായ കേസ് കോടതി ആ പരാതിയും ആ കേസും റദ്ദാക്കുകയാണ്. ഇങ്ങനെ ഒരു പരാതി നിലനിൽക്കില്ല, ഇങ്ങനെ ഒരു കേസും ഉണ്ടാവാൻ പാടില്ല, അതാണ് രാജ്യത്തിൻ്റെ നിയമം എന്ന് കോടതി പറയുകയാണ്. ഇപ്പം രാഹുൽ ഇപ്പം അതാണ് ഇപ്പം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ടല്ലേ, കേരളത്തിൽ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന, നമ്മളെയൊക്കെ വലിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം സെയിം. അപ്പം ഇതിലും ഇതേ സമാനമായത് ഉണ്ടാകുമോ എന്നുള്ളതാണ്. സമാനമായതല്ലേ ഇതന്നെ, സെയിം. ഇതിപ്പോൾ ഇത് കോടതിയിൽ നിന്ന് നിരീക്ഷിച്ച സുപ്രീം കോടതി നിരീക്ഷണത്തിലും സുപ്രീം കോടതിയുടെ പകർപ്പിലും വിധിപ്പകർപ്പിലും ഒക്കെ പറയുന്ന കാര്യമുണ്ട്. സുപ്രീം കോടതി പറയുന്നത്, കോടതി എത്ര കാലമായിട്ട് സമാനമായ കേസിൽ ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്താണത് നടപ്പിലാക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. നടപ്പിലാക്കാത്തത് എന്ന് ചോദിച്ചാൽ, ഇത്തരം പരാതികൾ വരുമ്പോൾ അത് കേസ് രജിസ്റ്റർ ചെയ്യേണ്ട, കോടതിയുടെ സമയം മെനക്കെടുത്തേണ്ട എന്നാണ് കോടതി പറയുന്നത്.
അങ്ങനെ ആ കേസുകൾ നിയമപരമായ സാധുതയില്ല. ഇവിടെ കോടതി മറ്റൊരു നിരീക്ഷണം കൂടി നടത്തുന്നുണ്ട്. ഇത്തരത്തിലുണ്ടാവുന്ന ഫേക്ക് വ്യാജ പരാതികൾ കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥ ബലാത്സംഗ ഇരകൾ അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ കോടതിയിലെത്താനോ അല്ലെങ്കിൽ നീതിയുടെ ന്യായത്തിൻ്റെ മുന്നിൽ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനോ സാധിക്കാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് തന്നെയാണ് നമ്മളും ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? ഇതിപ്പോൾ സുപ്രീം കോടതിയിൽ നടന്ന കാര്യമാണ് ഇന്നലെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യം നൽകിയ ദിവസം, കോടതി ജാമ്യം അനുവദിച്ച ദിവസം, ആ പത്തനംതിട്ട ജില്ലാ കോടതിയിൽ നടന്ന എന്താ സമാനമായ കാര്യങ്ങൾ. അതേ ദിവസം തന്നെ ഒന്നാമത്തെ പരാതിയിൽ കേരള ഹൈക്കോടതിയിൽ നടന്ന കാര്യങ്ങൾ എന്താണ്? സമാനമായ കാര്യങ്ങൾ തന്നെ. കോടതി അവിടെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വിവാഹിതയായ സ്ത്രീയോട് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ഭാര്യയായ സ്ത്രീയോട് ഒരാൾക്ക് എങ്ങനെ വിവാഹം കഴിക്കാൻ സാധിക്കും, അങ്ങനെ പറയാൻ പറ്റുമെന്നുള്ളതാണ് കോടതിയുടെ ചോദ്യം. അല്ലെങ്കിൽ അതിനെ എങ്ങനെ, നിയമത്തിന് പറ്റില്ലല്ലോ, കാരണം അവർ മറ്റൊരാളുടെ ഭാര്യയാണ്. അവരെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്യണമെങ്കിൽ എന്തു വേണം? ആ ഭർത്താവിൽ നിന്നുള്ള ബന്ധം വേർപ്പെടുത്തണം. അത് ചെയ്യാത്ത ഒരാളോട് എങ്ങനെയാണ് നിന്നെ വിവാഹം കഴിക്കാം എന്ന് പറയാൻ സാധിക്കുന്നത് എന്നാണ് കോടതിയുടെ ഒരു ചോദ്യം. പിന്നെ കോടതി പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. എവിടെ ബലാത്സംഗം, എവിടെ പീഡനം, എന്തുകൊണ്ട് അങ്ങോട്ട് പോയി? ഇപ്പോൾ ഒന്നാമത്തെ കേസിൽ ഹൈക്കോടതി ചോദിച്ച ചോദ്യമാണ്, എന്തുകൊണ്ട് പാലക്കാട് പോയി നിങ്ങൾ കണ്ടു? അതിന് ശേഷവും പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ ദിവസത്തിന് ശേഷവും പലതവണയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സന്ദർശിച്ചത് എന്തിനാണ് എന്നുള്ള അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോടതികൾക്ക് മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം രാജ്യത്തിൻ്റെ നിയമത്തെ പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കോടതികൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് കോടതി ഇത്ര കർശനമായ നിരീക്ഷണങ്ങളിലേക്കും പരാമർശങ്ങളിലേക്കും കേസ് പോലും റദ്ദ് ചെയ്യണമെന്നുള്ള ഉത്തരവിലേക്കും കോടതി എത്തുന്നത്, അല്ലേ? അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ചത് എന്താ? ഒരു കാലത്ത് പ്രണയവും പ്രേമവും സ്നേഹവും ലൈംഗികതയും എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുമുള്ള ഒരു ബന്ധം, ആ ബന്ധം എവിടെയോ വെച്ച് ബ്രേക്കായപ്പോൾ അന്ന് നടന്നതിനെ ഈ പറയുന്ന ബലാത്സംഗവും പീഡനവും ആക്കി മാറ്റുക. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെയാണ് ഇപ്പോൾ കോടതി പലപ്പോഴും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ പരാതി നൽകാൻ വൈകി? പരാതി നൽകാൻ വൈകിയത് എന്താ? അന്ന് പീഡനമായിരുന്നില്ല, അന്ന് ബലാത്സംഗമായിരുന്നില്ല, അന്ന് മറിച്ച് സ്നേഹവും പ്രേമവും പ്രണയവും കാമവും ലൈംഗികതയും ഒക്കെ ആയിരുന്നു അന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ആയിരുന്നത് കൊണ്ടാണ് പിന്നീട് എവിടെയോ ഏതോ ഒരു പോയിന്റിൽ ആ റിലേഷൻഷിപ്പ് ബ്രേക്കായി. അപ്പോൾ എന്നാൽ പിന്നെ അവനിട്ടൊരു പണി കൊടുക്കണം എന്നുള്ള ചിന്തയായി. അപ്പോൾ അതിനു വേണ്ടി ആരൊക്കെയോ സമീപിച്ചപ്പോൾ ഒന്നുകൂടി ഒരു പിൻബലം, അല്ലെങ്കിൽ ആരൊക്കെയോ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലിൻ്റെ പുറത്ത് ഒരു പരാതി അങ്ങ് കൊടുത്തു എന്നുള്ളതാണ്. ഇതിന് നിയമപരമായ വല്ല സാധുതയുമുണ്ടോ? ഒന്നും തന്നെ ഇല്ല. അതാണ് കോടതി ഇപ്പോൾ അത്തരം പരാതികളിലെ കേസുകൾ, രജിസ്റ്റർ ചെയ്ത കേസുകൾ പോലും റദ്ദ് ചെയ്യുക. സമാനമായത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ രാഹുൽ ഒരു അപേക്ഷയുമായിട്ട് എവിടെ പോയാൽ, സുപ്രീം കോടതിയിൽ പോയാൽ, ഓഫ് കോഴ്സ് ഇതിപ്പോൾ സുപ്രീം കോടതിയിൽ പോകേണ്ടി വരില്ല. കാരണം എനിക്ക് തോന്നുന്നു ഈ സുപ്രീം കോടതി വിധിയൊക്കെ അടുത്ത ഒരു കേസിൻ്റെ ഘട്ടത്തിൽ കോടതിയുടെ മുന്നിൽ രാഹുൽ പറഞ്ഞു കഴിഞ്ഞാൽ, രാഹുലിൻ്റെ അഭിഭാഷകർ കോടതിയെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതോടുകൂടി രാഹുലിൻ്റെ അഭിഭാഷകർ കൂടി ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞാൽ ഈ സുപ്രീം കോടതിയിൽ വരെ എത്തേണ്ടി വരില്ല. ഇപ്പോൾ സെഷൻസ് കോടതിയിലുള്ളതാണെങ്കിൽ അവിടെ തന്നെ അവസാനിക്കും. ഇനി ഹൈക്കോടതിയിലുള്ള കേസാണെങ്കിൽ അവിടെ അവസാനിക്കും. മനസ്സിലായില്ലേ? അങ്ങനെയാണ്. അല്ലാതെ ഇതിന് അതാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ. ഇത് പലപ്പോഴും ഈ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ ഉയർത്തിയതാണ്. അവിടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ നിയമപരമായിട്ട് എന്താണ് ഈ പരാതികളുടെ സാധുത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാധുതയുമില്ല, നിയമത്തിൻ്റെ പിൻബലമില്ല. അതുതന്നെയാണ് കോടതികൾ ആവർത്തിച്ചു കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോടതി പറയും, ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു കാര്യം എന്താ, ഒരു പരാതി വന്നാൽ പരാതി എവിടെയാണ് വരുന്നത്? മാധ്യമങ്ങൾക്ക് മുൻപിലാണോ? അല്ല. അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിലാണോ? അല്ല. പരാതി എവിടെയാണ് വരുന്നത്? പരാതി വരുന്നത് നിയമത്തിന് മുന്നിലാണ്. ആ പരാതി വരുമ്പോൾ ആ നിയമം പറയും എന്താണ് ആ പരാതിയുടെ കാമ്പ്.
അല്ലേ? ഇപ്പോൾ ഒരു മനുഷ്യനെ അധിക്ഷേപിക്കാൻ, ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ, ഒരു മനുഷ്യനെ വെട്ടി വീഴ്ത്താൻ അതിന് ഒരു വ്യാജ പരാതി കൊണ്ട് സാധിക്കും. അതാണ് നമ്മൾ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാര്യത്തിൽ. അവിടെ ആ പരാതിയിന്മേൽ എന്താണ് ന്യായം, എന്താണ് നിയമം എന്നുള്ളത് കോടതികൾ പറയും. അതല്ലാതെ കേരളത്തിലെ മാധ്യമങ്ങളാണോ പറയുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും AKG സെൻറ്റർ പോലെയുള്ള സെൻറ്ററുകളാണോ പറയുന്നത്? അല്ലല്ലോ. ഈ രാജ്യത്തെ നിയമം പറയും. AKG സെൻറ്റർ എന്താ സാധാരണ പരാതി വരുമ്പോൾ ചെയ്യുന്നത്? കോടതികൾക്ക് കൊടുക്കാറില്ല, അട്ടത്ത് വെക്കും. പിണറായി വിജയൻ്റെ കയ്യിൽ പരാതി കിട്ടിയാൽ അണ്ണാക്കിലേക്ക് തള്ളൂ, അല്ലേ? അത് സഖാവിനെതിരെ പരാതി വരുമ്പോൾ ഒന്നില്ലെങ്കിൽ AKG സെൻറ്ററിൻ്റെ അട്ടത്ത്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ അണ്ണാക്കിൽ. ഇതല്ലേ സംഭവിക്കുന്നത്? കോടതികളിലേക്ക് എത്താറുണ്ടോ? ഇല്ല എന്നുള്ളതാ. പക്ഷേ ഇവിടെ കോടതിയിലേക്ക് എത്തിയ പരാതി, ആ പരാതിയുടെ മെറിറ്റും പറയേണ്ടത് ആരാണ്? പറയേണ്ടത് കോടതിയാണ്. കോടതി അത് പറയുന്നു. ആ കോടതി അത് പറയുമ്പോൾ ചിലരുടെയൊക്കെ താല്പര്യങ്ങൾ, എസ്പെഷ്യലി കേരളത്തിലെ വേശ്യ മാധ്യമങ്ങളുടെ താല്പര്യങ്ങൾ, അവരുടെ അജണ്ടകൾക്ക് നേരെ ഓപ്പോസിറ്റാണ് കോടതി പറയുന്നത്. അപ്പോൾ കോടതി പറയുന്നത് ഇവർ അംഗീകരിക്കൂല. അപ്പോൾ ഇവർ അടുത്ത എന്തെങ്കിലും കാര്യമായിട്ട് വരും. അപ്പോൾ പിന്നെ ഇവർ ചോദിക്കുന്നത്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ധാർമ്മികത എന്താണ്? രാഷ്ട്രീയ പ്രവർത്തകന് മാത്രമാണ് ധാർമ്മികതയുള്ളത്. ഞാൻ കുറേ വട്ടം പറഞ്ഞതാ, ധാർമ്മികത അത് എല്ലാ മനുഷ്യനും ഉണ്ടാവേണ്ടതാ. അത് രാഹുലിൻ്റെ കൂടെ പോയവർക്കും ഉണ്ടാവേണ്ടതാ. എന്ന് പറഞ്ഞാൽ സ്വന്തം ഭർത്താവ്, വിവാഹിതയായ ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അവർക്കും ഉണ്ടാവേണ്ടതുണ്ട് ചില ധാർമ്മികതകൾ. അപ്പോൾ ധാർമ്മികതയാണ് പ്രശ്നമെങ്കിൽ അത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും രാഹുൽ മാങ്കൂട്ടത്തിലും പരാതി നൽകിയവർക്കും ഒക്കെ ഉണ്ടാവേണ്ട കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും ധാർമ്മികതയുണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല എന്നുള്ളത് തന്നെയാണ്. മനസ്സിലായില്ലേ? ധാർമ്മികത ഒരാൾക്ക് മാത്രം, അയാൾ മാത്രം പാലിക്കേണ്ട ഒന്നായിട്ട് മാറുക, അത് അല്ല. അത് എല്ലാവർക്കും, മനുഷ്യനായിട്ടുണ്ടോ ജനിച്ചിട്ടുണ്ടോ അവർക്ക് ധാർമ്മികതയുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 3 കേസുകളും സുപ്രീം കോടതിയുടെ ഈ ഉത്തരവിൻ്റെ പിൻബലത്തിൽ, അല്ലെങ്കിൽ ഉത്തരവിന് പിന്നാലെ റദ്ദ് ചെയ്യേണ്ടി വരും. FIR തന്നെ റദ്ദ് ചെയ്ത് കേസന്വേഷണവും എല്ലാം അവസാനിപ്പിക്കേണ്ടി വരുമെന്നുള്ള ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.